സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഇടിവ്. ഗ്രാമിന് 285 രൂപയും പവന് 2280 രൂപയും കുറഞ്ഞു. രാജ്യാന്തര വിപണിയിലെ ട്രെൻഡാണ് വില കുറയാൻ കാരണമായത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നിന്നും കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ ട്രെൻഡാണ് വിലക്കുറവിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രാമിന് 285 രൂപ കുറഞ്ഞ് 15080 രൂപയായി. ഇതോടെ പവന് 2280 രൂപ താഴ്ന്ന് 1,20,640 രൂപയിലാണ് നിലവിൽ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇറാനും US ഇസ്രയേലി സഖ്യവും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് $5,400 മുകളിലേക്ക് കുതിച്ചുകയറിയ രാജ്യാന്തര വില $5,160 ഇടിഞ്ഞ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില കുറഞ്ഞത്. യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിത നിക്ഷേപമായി ആളുകൾ സ്വർണ്ണത്തെ കാണുന്നത് വില ഉയരുന്നതിന് കാരണമാകാറുണ്ട്. ഇതാണ് കഴിഞ്ഞയാഴ്ച വരെ സംഭവിച്ചതെങ്കിലും പിന്നീട് ഈ ട്രെൻഡ് മാറുന്ന സാഹചര്യമാണുള്ളത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ആക്രമണവും എണ്ണവില കുതിച്ചുകയറാൻ കാരണമായിട്ടുണ്ട്. എണ്ണവില കൂടിയതോടെ അമേരിക്കയിലടക്കം അവശ്യവസ്തുക്കളുടെ വിലയും ഇനി കൂടും. പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് പലിശഭാരവും ഉയർന്ന തലത്തിൽ തുടരാനിടയാക്കും. ഈ വിലയിരുത്തലിനെ തുടർന്ന് US ഡോളറും US കടപ്പത്ര ആദായ നിരക്കും കുതിച്ചു മുന്നേറിയത് സ്വർണ്ണത്തിന് തിരിച്ചടിയായി. രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണെന്നിരിക്കെ ഡോളർ ശക്തമായത് സ്വർണ്ണത്തിന്റെ ഡിമാൻഡിനെ ബാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ വിലക്കയറ്റം മുതലെടുത്ത് സ്വർണ്ണത്തിൽ ലാഭമെടുപ്പ് കനത്തതും വിലയിടിയാൻ കാരണമാണ്. വരും ദിവസങ്ങളിലും ഇതേ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില $5,000 താഴേക്ക് എത്തും. ഇതുപ്രകാരം കേരളത്തിൽ സ്വർണ്ണവില പവന് 1,15,000 രൂപയ്ക്ക് അടുത്തേക്കെങ്കിലും എത്താനാണ് സാധ്യത. അതേസമയം യുദ്ധം നീളുന്നത് സ്വർണ്ണവില ഇടിയുന്നതിന്റെ ആക്കം കുറയ്ക്കാനും സാധ്യതയുണ്ട്. വില വലിയ തോതിൽ കുറയുമ്പോഴുണ്ടാകാവുന്ന വാങ്ങൽ താൽപര്യവും വില തിരിച്ചുകയറാൻ ഇടവരുത്തിയേക്കാം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.